നമസ്കാരം. പ്രിയമുള്ള കുട്ടികളെ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും സ്വാധീനിക്കുന്ന 6 പാഠഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ഏറ്റവും അവസാനത്തെ പാഠത്തിലേക്ക്, പ്രാധാന്യമുള്ള ചെറുതല്ലാത്ത പ്രധാനപ്പെട്ട ഒരു പാഠത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. അത് പ്രകൃതിയെ സ്നേഹിക്കുക, സംരക്ഷിക്കുക എന്ന പാഠമാണ്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ വളരെയധികം കേൾക്കുന്ന ഒരു വാക്കാണ് പരിസ്ഥിതി സംരക്ഷണം. മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അവൻ്റെ പരിസ്ഥിതി എന്ന് പറയുന്നത്. ഈ അടുത്ത നാളുകളിൽ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വാക്കാണ് കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനം പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. പക്ഷെ അവ തമ്മിലൊരു വ്യത്യാസമുണ്ട്. പഴയ കാലങ്ങളിൽ നമ്മുടെ മുൻ തലമുറകൾ ഇത്തരത്തിലുള്ളൊരു കാലാവസ്ഥാ വ്യതിയാനം അനുഭവിച്ചിരുന്നില്ല. അന്ന് കാലാവസ്ഥാ വ്യതിയാനം വളരെ സാവധാനമായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത്, ഈ ആധുനിക കാലഘട്ടത്തിൽ കാലാവസ്ഥാ വ്യതിയാനം വളരെ പ്രകടമായ രീതിയിൽ, വളരെ ദ്രുതഗതിയിലുള്ള ഒരു വ്യതിയാനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. മഴ പെയ്യേണ്ട സമയത്ത് കഠിനമായിട്ടുള്ള ചൂടും, അതുപോലെ വേനൽക്കാലത്ത് അപ്രതീക്ഷിതമായിട്ട് മഴയും പെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നത്? വളരെ ദ്രുതഗതിയിലുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം എന്താണ്? അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രകൃതിയിൽ മനുഷ്യൻ്റെ ഇടപെടലുകൾ ആണ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിസ്ഥിതി ശാസ്ത്രം, പരിസര മലിനീകരണം എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റിയാണ്. എന്താണ് പരിസ്ഥിതി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ്? മനുഷ്യൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാത്തിൻ്റെയും ആകത്തുകയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. അപ്പം അതിൽ ജീവീയ ഘടകങ്ങളുണ്ട്, അജീവീയ ഘടകങ്ങളുണ്ട്, ചേതനയുള്ള വസ്തുക്കളുണ്ട്, അചേതനമായിട്ടുള്ള വസ്തുക്കളുണ്ട്. അപ്പം ജീവികളുടെ നിലനിൽപ്പിനും വികാസത്തിനും പരിണാമത്തിനും ആവശ്യമായിട്ടുള്ള വസ്തുക്കളുടെയും ശക്തികളുടെയും ഒരു ആകത്തുകയാണ് പരിസ്ഥിതി എന്ന് പറയുക. പരിസ്ഥിതിയും മനുഷ്യനുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. പരിസ്ഥിതിയിലുള്ള ഘടകങ്ങൾ എന്തെല്ലാമാണ്? വായു, മണ്ണ്, ജലം, അതുപോലെ സസ്യലോകം, ജന്തുലോകം, ഇതെല്ലാം കൂടി ചേർന്നതാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ വായു, മണ്ണ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യും. ഈ സസ്യങ്ങൾ പാകം ചെയ്യുന്ന ആഹാരമാണ് ജന്തുലോകം ഉപയോഗപ്പെടുത്തുന്നത്. അത് മനുഷ്യനുൾപ്പെടെയുള്ള ജന്തുലോകം ഈ ഭക്ഷണം തന്നെയാണ് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ലോകത്തിലെ എല്ലാ ജീവികൾക്കും ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ അത് പ്രകൃതിയിൽ ലഭ്യമാണ്. എന്നാൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. അവന് എന്താണോ ആവശ്യമുള്ളത് അതിനേക്കാൾ കൂടുതലായിട്ട് അവൻ ഉപയോഗിക്കുകയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ആവശ്യത്തിനുള്ള എല്ലാ വിഭവങ്ങളും പ്രകൃതിയിൽ തന്നെയുണ്ട്. എന്നാൽ അവൻ്റെ അത്യാഗ്രഹം നിറവേറ്റുന്നതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ഈ ഭൂമുഖത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ടത് മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കും. അടുത്തതായിട്ട് പരിസ്ഥിതി ശാസ്ത്രം അല്ലെങ്കിൽ എക്കോളജിയെ പറ്റി 2 വാക്ക്. പ്രകൃതി വിഭവങ്ങൾ നമുക്കറിയാം, മനുഷ്യൻ്റെ നിലനിൽപ്പിന് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ. അത് അതിൻ്റെ കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗം, വിവേകപൂർണമായിട്ടുള്ള ഉപയോഗം, വിവേചനത്തോടു കൂടിയുള്ള ഉപയോഗം, അത് പ്രകൃതിയുടെ നിലനിൽപ്പിന് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ഒരു ഏറ്റുമുട്ടൽ, മനുഷ്യൻ്റെ നീഡും ഗ്രീഡും, അതായത് മനുഷ്യൻ്റെ ആവശ്യവും അനാവശ്യവും അല്ലെങ്കിൽ ആഗ്രഹവും അത്യാഗ്രഹവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യൻ്റെ ആഗ്രഹം നിറവേറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും പ്രകൃതിയിൽ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ അവയെ മനുഷ്യൻ ചൂഷണം ചെയ്യുമ്പോഴാണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകരാറിലാവുന്നത്. മനുഷ്യൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിലനിൽപ്പിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇവ വളരെയധികം പരസ്പര ബന്ധമുണ്ട്. ഏണസ്റ്റ് ഹെയ്ക്കൽ, അദ്ദേഹമാണ് ഇക്കോളജി എന്ന വാക്ക് രൂപപ്പെടുത്തിയത്. പ്രകൃതിയിലെ ജീവീയ അജീവീയ ഘടകങ്ങളും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പരിസ്ഥിതി ശാസ്ത്രത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്.
ഈ ബന്ധം സന്തുലിതവും സമഗ്രവുമായിരിക്കണം. ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും തമ്മിലുള്ള ബന്ധം സന്തുലിതമായിരിക്കണം, സമഗ്രമായിരിക്കണം. പ്രകൃതി വിഭവങ്ങളെ നമ്മൾ നാളേക്കായിട്ട് കരുതി വെക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ മുൻ തലമുറകൾ വളരെ കൃത്യമായ രീതിയിൽ വിവേചന ബുദ്ധിയോടുകൂടി ഉപയോഗിച്ചത് കൊണ്ടാണ് ഇന്ന് കാണുന്ന പ്രകൃതി വിഭവങ്ങൾ കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുൻ തലമുറകൾ നമ്മളോട് കാണിച്ച ഉത്തരവാദിത്വം, അവരുടെ കടമ, അത് അതേപടി നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. അതായത് ഇനിയുള്ള വരും തലമുറകൾക്ക് വേണ്ടി കൂടി ഇന്നുള്ള പ്രകൃതി വിഭവങ്ങൾ നമ്മൾ കരുതി വെക്കേണ്ടതുണ്ട്. അതിനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. മനുഷ്യൻ പ്രപഞ്ചത്തെ ബഹുമാനിക്കണം. കാരണം പ്രകൃതി നമ്മുടെ അമ്മയാണ്. അമ്മ നമുക്ക് എല്ലാം തരുന്നു. പ്രകൃതി നമ്മളെ സഹായിക്കുന്നു. പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് ലഭിക്കുന്നു. അപ്പം അങ്ങനെയാകുമ്പോൾ അതുപോലെയുള്ള ഒരു തിരിച്ചു കൊടുക്കൽ പ്രകൃതിയോട് നമ്മൾ ചെയ്യേണ്ടത്. പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ പറയുക. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് എല്ലാം ലഭിക്കുന്നു, പ്രകൃതി എല്ലാം നമുക്ക് തരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ബഹുമാനം, ആ ഒരു വില നമ്മൾ പ്രകൃതിയെ കൊടുക്കാൻ തയ്യാറാവണം. അത്തരത്തിലുള്ള ഒരവസ്ഥ ഇല്ല എന്നുള്ളതാണ് ഇന്നിൻ്റെ ദുര്യോഗം. അതായത് മനുഷ്യൻ വക്രബുദ്ധിക്കാരനാണ്, പ്രകൃതിക്ക് വക്രബുദ്ധിയില്ല. അങ്ങനെ പ്രകൃതിക്ക് വക്രബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് പ്രകൃതി മാതാവ് നമുക്ക് എല്ലാം തരുന്നത്. എന്നാൽ വക്രബുദ്ധിയായ മനുഷ്യൻ തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പ്രകൃതി വിഭവങ്ങളെ അനാവശ്യമായിട്ട് ദുരുപയോഗം ചെയ്യുക. വരും തലമുറകളെ പറ്റിയുള്ള യാതൊരു ചിന്തയുമില്ലാതെ മനുഷ്യൻ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പരിസ്ഥിതിയിൽ ധാതുലോകം, സസ്യലോകം, ജന്തുലോകം, മനുഷ്യലോകം എന്നിങ്ങനെ 4 ഘടകങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവർ തമ്മിലുള്ള സമർപ്പണമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ട് ഭവിച്ചിരിക്കുന്നത്. ധാതുലോകം എന്ന് പറയുമ്പോൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പല വിഭവങ്ങളും അവിടെയുണ്ട്. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം മുതലായ ധാതുക്കൾ, ഇവ ഉപയോഗിച്ചുകൊണ്ട് സസ്യങ്ങൾ വളരുന്നു. സസ്യങ്ങൾ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യുന്നു. ഈ ഭക്ഷണമാണ് ജന്തുലോകവും മനുഷ്യൻ ഉൾപ്പെടെയുള്ളവരും ഉപയോഗിക്കുക. ഇവിടെ ധാതുലോകത്തിൽ നിന്ന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ സസ്യലോകത്തിൽ ലഭിക്കുന്നു, ജന്തുലോകത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ സസ്യലോകത്തിൽ നിന്ന് ലഭിക്കുന്നു. അതുപോലെ മനുഷ്യ കുലത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ഈ ജന്തുലോകത്തിൽ നിന്നും സസ്യലോകത്തിൽ നിന്നും ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ക്രമമായിട്ട് ശ്രേണി കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ നിൽക്കുന്നത് മനുഷ്യ ലോകമാണ്. അപ്പോൾ മനുഷ്യലോകം തൻ്റെ കീഴിലുള്ള മറ്റു 3 ഘടകങ്ങളും തൻ്റെ അടിമയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ മേധാവിത്വം പുലർത്താൻ ശ്രമിക്കുമ്പോഴാണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകരാറിലാവുന്നത്. ഇവിടെ വേണ്ടത് ഒരു പരസ്പര സമർപ്പണമാണ്, പരസ്പര ആശ്രയമാണ്, പരസ്പരമുള്ള സഹകരണ മനോഭാവമാണ്. ഇങ്ങനെ ഈ 4 ഘടകങ്ങൾ തമ്മിൽ പരസ്പരം ആശ്രയിച്ചും പരസ്പരം സമർപ്പിച്ചും മുമ്പോട്ട് പോകുമ്പോഴാണ് സമതുലിതമായിട്ടുള്ള, സന്തുലിതമായിട്ടുള്ള, ആരോഗ്യകരമായിട്ടുള്ള ഒരു പ്രകൃതി നിലനിൽക്കുക. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഈ പരിസ്ഥിതിയെ മലിനപ്പെടുത്താതെ, കളങ്കപ്പെടുത്താതെ സൂക്ഷിക്കേണ്ടത് മനുഷ്യന്റെ കടമയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും മലിനമാക്കരുത്. പ്രകൃതിയിലുള്ള ഒരു വസ്തുവിനെയും നമ്മൾ മലിനമാക്കരുത്. പ്രകൃതിയിലെ വിഭവങ്ങൾ അത് മനുഷ്യന്റെ ആരോഗ്യത്തിനും ആഹാരത്തിനും ഉള്ളത് ആണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. പ്രകൃതി വിഭവങ്ങളെ പറ്റി മനുഷ്യന് തെറ്റായ ധാരണയുണ്ട്. എന്തുമാത്രം വേണമെങ്കിലും പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കാം എന്നുള്ള ഒരു ധാരണ. അതായത് പ്രകൃതി വിഭവങ്ങൾ അനിയന്ത്രിതമായിട്ട് ഇഷ്ടം പോലെ നമുക്ക് ലഭിക്കും എന്നുള്ള ഒരു ധാരണയാണ് പലർക്കുമുള്ളത്. എന്നാൽ അങ്ങനെയല്ല. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കും തോറും തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് കൽക്കരി, ക്രൂഡ് ഓയിൽ, പെട്രോൾ അങ്ങനെയുള്ള പ്രകൃതി വിഭവങ്ങൾ അത് എടുക്കും തോറും അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അത് ഉണ്ടാകുന്നില്ല. അപ്പം അത്തരത്തിൽ എടുക്കും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകൃതി വിഭവങ്ങളെ കൃത്യമായ രീതിയിൽ വിവേചന ശക്തിയോടുകൂടി ഉപയോഗിച്ചില്ല എങ്കിൽ അത് വരും തലമുറയ്ക്ക് ലഭ്യമല്ലാതായി തീരും. അതുകൊണ്ട് നമുക്ക് ഒരു ബോധ്യമുണ്ടാവണം. എനിക്ക് ശേഷം പ്രളയമാണെന്നാണ് ചിലരുടെയൊക്കെ വിചാരം. അത് എനിക്ക് ശേഷം ഇനി ആരും ജീവിക്കേണ്ട, എനിക്ക് സുഖമായിട്ട് ജീവിക്കണം. തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഇപ്രകാരമുള്ള ചിന്താഗതികളുമായിട്ട് നടക്കുന്ന അനേകം ആൾക്കാരുണ്ട്. ഇത്തരത്തിലുള്ള ഈ ബോധ്യങ്ങൾ, ഈ ചിന്താഗതികളൊക്കെ മാറ്റിവെച്ച് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരുതി വയ്ക്കുക. എന്നാൽ പലപ്പോഴും പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന എന്താണ്, പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്വാധീന ശക്തിയുടെയും പിൻബലത്തിൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി
പ്രകൃതി വിഭവങ്ങളെ അന്യായമായ രീതിയിൽ ചൂഷണം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പാറമടകൾ, എത്രയോ സ്ഥലങ്ങളിലാണ് പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള രീതിയിൽ പാറമടകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെയാണ് നദികളിൽ നിന്നുള്ള മണൽവിറ്റ്. ഇങ്ങനെ അനിയന്ത്രിതമായ രീതിയിൽ മണൽവിറ്റുന്നത് മൂലം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വരുംകാലത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കേണ്ട പ്രകൃതി വിഭവങ്ങളെ മനുഷ്യൻ ഇപ്രകാരം ചൂഷണം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വരും തലമുറയ്ക്ക് ജീവിതം അസാധ്യമായിട്ട് തീരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണുക. നമ്മൾ ഈ ഇത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഈ പരിസ്ഥിതി അതിനെ നശിപ്പിക്കുന്ന മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. പരിസ്ഥിതി നശീകരണം, പൊല്യൂഷൻ എന്ന് പറയും. എന്താണ് പരിസ്ഥിതി നശീകരണം? സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മനുഷ്യന്റെയും ജീവന് ഹാനികരമായിട്ട് വായു, ജലം, മണ്ണ് എന്നിവയിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ് മലിനീകരണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് വായുവിനും ജലത്തിലും മണ്ണിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾക്കാണ് പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ മലയാളത്തിലെ ദൂഷകം എന്നാണ് പറയുന്നത്. മലിനീകരണം പ്രധാനമായിട്ടും 5 തലങ്ങളിലാണ് സംഭവിക്കുക. വായു മലിനീകരണം, അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം, ജല മലിനീകരണം, ശബ്ദ മലിനീകരണം, റേഡിയേഷൻ മൂലമുള്ള മലിനീകരണം, മണ്ണ് മലിനീകരണം. ഇവയാണ് പ്രധാനപ്പെട്ട മലിനീകരണങ്ങൾ. ഇതിലേറ്റവും ആദ്യമായിട്ട് അന്തരീക്ഷ മലിനീകരണത്തിലേക്ക് എത്തുന്നു. എന്താണ് അന്തരീക്ഷം എന്ന് പറയുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏതാണ്ട് 1000 കിലോമീറ്റർ ഉയരത്തിലേക്ക് കാണപ്പെടുന്ന ആ ഏരിയയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഈ അന്തരീക്ഷത്തിൽ വിവിധങ്ങളായിട്ടുള്ള വാതകങ്ങളുണ്ട്. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ വാതകങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് നൈട്രജനാണ്. ഏതാണ്ട് 78% നൈട്രജനാണ്. ബാക്കി 21% ഓക്സിജനാണ്. അവശേഷിക്കുന്ന 1% കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ. ഇപ്പോൾ ഇപ്പോൾ നൈട്രജനെ പറ്റി പറയുകയാണെങ്കിൽ സസ്യങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളൊരു മൂലകമാണ് നൈട്രജൻ. ഈ നൈട്രജന്റെ ഓക്സൈഡുകളും അതുപോലെ നൈട്രോജനസ് സംയുക്തങ്ങളും അമോണിയ പോലെയുള്ള സംയുക്തങ്ങൾ ഇത് സസ്യലോകത്തിന്റെ വളർച്ചയ്ക്ക് വളരെയധികം അത്യാവശ്യമാണ്. അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നേരിട്ട് ആഗിരണം ചെയ്യാനായിട്ട് സസ്യങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ അവ നൈട്രേറ്റുകളായിട്ടും അതുപോലെ ചില സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്താൽ അമോണിയ ഒക്കെ ആയിട്ടുമാണ് ആ സസ്യങ്ങൾ ആഗിരണം ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്ന നൈട്രജൻ ഉപയോഗിച്ച് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികൾക്ക് ഉപയോഗിക്കാൻ പര്യാപ്തമായിട്ടുള്ള പ്രോട്ടീനും അമിനോ ആസിഡ്സും ഒക്കെ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതുപോലെ ഓക്സിജൻ നമുക്കറിയാം എല്ലാ ജീവികൾക്കും ശ്വസനത്തിന് അത്യാവശ്യമുള്ള ഒന്നാണ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജന്റെ അളവ് 21%. ഇപ്രകാരം സന്തുലിതമായിട്ടുള്ള ഒരു അവസ്ഥ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്ര ശതമാനം നൈട്രജൻ, ഇത്ര ശതമാനം ഓക്സിജൻ, ഇത്ര ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ്. അതിന്റെ ആ അനുപാതത്തിൽ ഉണ്ടാകുന്ന കുറവ് അത് അന്തരീക്ഷത്തിലെ മലിനീകരണത്തിന് കാരണമാകും. അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന ചില വാതകങ്ങളാണ് സൾഫർ ഡൈ ഓക്സൈഡ്, അതുപോലെ ഹൈഡ്രോ കാർബൺസ്, അമോണിയ, കാർബൺ മോണോക്സൈഡുകൾ. ഇതൊക്കെയും വാഹനങ്ങളിൽ നിന്നും അതുപോലെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നവയാണ്. ഇതുകൂടാതെ ആസ്ബറ്റോസിന്റെ പൊടി, അതുപോലെ സിമെന്റിന്റെ പൊടി മുതലായവയൊക്കെ വായുവിൽ കലരുമ്പോൾ അതൊക്കെ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. അന്തരീക്ഷത്തെ പറ്റി പറയുമ്പോൾ സവിശേഷമായിട്ടുള്ള ശ്രദ്ധ അർഹിക്കുന്ന മറ്റൊന്നാണ് ഓസോൺ പാളി. ഓസോൺ ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഹാനികരങ്ങളായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്ന ഒരു പാളിയാണ് അന്തരീക്ഷത്തിലുള്ള ഓസോൺ. എന്നാൽ മനുഷ്യന്റെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ മൂലം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ചില രാസവസ്തുക്കൾ, ഉദാഹരണത്തിന് ക്ലോറോഫ്ലൂറോ കാർബൺസ്, അത് ഓസോൺ പാളിയെ വിഘടിപ്പിക്കുന്നു. അങ്ങനെ ഓസോൺ പാളിയിൽ വിള്ളൽ വീഴുകയും ആ വിള്ളലിലൂടെ മനുഷ്യന് അതുപോലെ സസ്യങ്ങൾക്കും ഹാനികരമായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയും അന്തരീക്ഷ മലിനീകരണത്തിന്റെ ചില ദൂഷ്യവശങ്ങളാണ്. അതുപോലെ ഈ അന്തരീക്ഷത്തിൽ കലരുന്ന നൈട്രേറ്റുകൾ, അതുപോലെ സൾഫർ ഡൈ ഓക്സൈഡ്, ഇവയൊക്കെ മഴവെള്ളവുമായിട്ട് കലർന്നു കഴിയുമ്പോൾ അത് ആസിഡായിട്ട് അമ്ലമായിട്ട് മാറുകയാണ്. ഇങ്ങനെ താഴോട്ട് പെയ്യുന്ന അമ്ലമഴ അത് ജീവജാലങ്ങൾക്കും പ്രത്യേകിച്ച് മണ്ണിലെ സൂക്ഷ്മ ജീവികൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്നതാണ്. മണ്ണിലെ സൂക്ഷ്മജീവികളായിട്ടുള്ള ബാക്ടീരിയ, ഫംഗസ്, അത് നിങ്ങൾക്ക് പ്രത്യേകം അറിയാം, അവ വിഘാടകരാണ്. മണ്ണിൽ ഉള്ള ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് സസ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ന്യൂട്രിയൻസ് ആക്കി, പോഷകങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ഈ വിഘാടകർ, ബാക്ടീരിയയും ഫംഗസും ഉൾപ്പെടെയുള്ള വിഘാടകർ ചെയ്യുന്നത്.
അപ്പോൾ അവയുടെയൊക്കെ വളർച്ചയ്ക്ക് ദോഷകരമായിട്ട് വരുന്നതാണ് ഈ ആമളമഴ മുതലായ പ്രതിഭാസങ്ങൾ. അപ്പോൾ തൽഫലമായിട്ട് ഈ വിഘടന പ്രക്രിയ മണ്ണിൽ നടക്കാതെ പോവുകയും മണ്ണിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഫലഭൂയിഷ്ടി ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇതൊക്കെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ദൂഷ്യവശങ്ങളാണ്. അടുത്തതായിട്ട് ജലമലിനീകരണത്തിലേക്ക് വരിക. ജലം മനുഷ്യന് ജീവജാലങ്ങൾക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. ശരീരത്തിൻ്റെ സസ്യങ്ങളുടെ ആയാലും ജന്തുക്കളുടെ ശരീരത്തിലെ ഭൂരിഭാഗവും ജലമാണെന്നാണ് പറയുന്നത്. ഇപ്രകാരം ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള വായു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ജലം അതിൻ്റെ അവസ്ഥയും അതും ഇന്ന് മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫാക്ടറികളിൽ നിന്നും അതുപോലെ വീടുകളിൽ നിന്നും വ്യവസായ ശാലകളിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന മാലിന്യങ്ങൾ അത് ജലത്തെ മലിനീകരിച്ചുകൊണ്ടിരിക്കും. നമ്മളൊക്കെ പലപ്പോഴും പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്, ഇന്ന നദിയിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി, ഇന്ന നദിയിൽ ജലജീവികളെ ചത്തുപൊങ്ങി. എന്താണ് കാരണം? അതിന് തൊട്ടടുത്തുള്ള വ്യവസായ ശാലകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മാലിന്യങ്ങൾ ആ നദിയിൽ ആ വെള്ളത്തിൽ കലർന്നുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു ദോഷം ഉണ്ടായത് എന്ന്. അപ്പോൾ ഇപ്രകാരം ഫാക്ടറിയിൽ നിന്നും അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന മാലിന്യങ്ങൾ അത് മാലിന്യങ്ങൾ അതിൻ്റെ ഉറവിടത്തിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്ത ശേഷം പുറത്തേക്ക് വിടുന്നതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന മലിന വസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്ത ശേഷം ആ ജലം നദിയിലേക്ക് ഒഴുക്കി വിടുവാനുള്ള അത്തരത്തിലുള്ള നിയന്ത്രണ സംവിധാനങ്ങളൊക്കെ ഫാക്ടറികളിലുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ ഫാക്ടറികൾക്ക് ലൈസൻസ് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇതൊന്നും ഇല്ലാതെ തന്നെയും സ്വാധീന ശക്തി ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാതെ തന്നെ ഫാക്ടറികൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മലിനജലമാണ് പലപ്പോഴും ജലത്തെ മലിനപ്പെടുത്തുക. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ അമ്പലമുകൾ, ഏലൂര് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഏതാണ്ട് 200 ദശലക്ഷം ഘനയടി ജലമാണ്, മലിനജലമാണ് പുറത്തേക്ക് വരിക. അതുപോലെ കൊച്ചിയിൽ കായലുകളിൽ ഏതാണ്ട് 400 ടൺ വേസ്റ്റാണ് ഒരു വർഷം പുറത്തേക്ക് തള്ളുക. അപ്പോൾ ഇത്തരത്തിൽ ജലമലിനീകരണം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ശബ്ദമലിനീകരണത്തെ പറ്റി ഏതായിരുന്നു. ശബ്ദമലിനീകരണം അനിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ ആ ശബ്ദം അന്തരീക്ഷത്തിലേക്ക് പ്രവഹിക്കുന്നതാണ് ശബ്ദമലിനീകരണം എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ 180 ഡെസിബൽ വരെയാണ്. 90 ഡെസിബൽ ശബ്ദം തുടർച്ചയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കേൾവി ശക്തിയെ ദോഷകരമായിട്ട് ബാധിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ കർണത്തിലുള്ള ടിംപാനം അല്ലെങ്കിൽ ഇയർ ഡ്രം അത് തുടർച്ചയായിട്ടുള്ള കമ്പനം, അനിയന്ത്രിതമായിട്ടുള്ള ശബ്ദം അത് തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കമ്പനത്തിലുള്ള ശേഷി കുറയുകയും പിന്നീട് ഭാവിയിൽ അത് ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്യും. ഇതോടൊപ്പം അമിതമായിട്ടുള്ള ശബ്ദം നമ്മൾ ശ്രവിക്കുന്നത് ഹൃദയത്തിൻ്റെ ദ്രുതഗതിയിലുള്ള മിടിപ്പിന് കാരണമാകും, ശ്വാസോച്ഛ്വാസം ദ്രുതഗതിയിലാകുന്നതിന് കാരണമാകും. ഇതൊക്കെ തന്നെയും നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സാധാരണയായിട്ട് അമിതമായിട്ടുള്ള ശബ്ദം പുറത്തേക്ക് വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? വലിയ വാട്ട്സ് ഉപയോഗിച്ചുള്ള സ്പീക്കറുകൾ ഉപയോഗിക്കുന്ന ഗാനമേളകൾ, അതുപോലെ ഫാക്ടറികൾ, അവിടെയുള്ള സൈറനുകൾ, അതുപോലെ വാഹനങ്ങൾ, ഫാക്ടറികൾ, ഇവിടെയെല്ലാം വലിയ ശബ്ദങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ശബ്ദം പുറത്തേക്ക് വന്ന് മനുഷ്യൻ്റെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉള്ളതായിട്ട് നമുക്കറിയാം. അതായത് രാത്രി 10 മണിക്ക് ശേഷം വൈകുന്നേരം രാവിലെ 6 മണിക്കും ഇടയിൽ ശബ്ദം ഉച്ചഭാഷ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ശബ്ദരഹിത ഏരിയ, നോ ഹോൺ ഏരിയ, ഹോൺ അടിക്കാൻ പാടില്ല എന്നൊക്കെ സൂചിപ്പിക്കുന്ന ബോർഡുകളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആശുപത്രികളിലൊക്കെ പരിസരങ്ങളിൽ, അതുപോലെ സ്കൂളിൻ്റെ പരിസരങ്ങളിൽ, കോടതികളുടെ പരിസരങ്ങളിൽ, ഇവിടെയൊക്കെ ശബ്ദം കുറച്ച് മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്രകാരം ശബ്ദത്തിൻ്റെ ഉപയോഗം കൃത്യമായ രീതിയിൽ നിയമങ്ങളുടെയൊക്കെ പിൻബലത്തോടുകൂടി നിയന്ത്രിച്ചില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ശബ്ദ മലിനീകരണം മൂലം മനുഷ്യന് പലതരത്തിലുള്ള മാനസികവും ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മറ്റൊരു തരത്തിലുള്ള മലിനീകരണമാണ് റേഡിയേഷൻ മൂലമുള്ള മലിനീകരണം, റേഡിയോ മലിനീകരണം. അപ്പോൾ ഈ അന്തരീക്ഷത്തിലൂടെയൊക്കെ ശൂന്യാകാശത്തിലൂടെയും വായുവിലൂടെയും ഊർജം സഞ്ചരിക്കുന്ന ഒരു പ്രതിഭാസമാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനിൽ നിന്നാണ് റേഡിയേഷൻ വരിക. പലതരത്തിലുള്ള റേഡിയേഷൻസ്, കോസ്മിക് റേസ്, അതുപോലെ ഗാമ റേസ്, UV റേസ്, അൾട്രാവയലറ്റ് റേസ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള റേഡിയേഷൻ. ഇതിൽ പലതും മനുഷ്യനും അതുപോലെ ജന്തുജാലങ്ങൾക്കും ദോഷകരമാണ് എന്നുള്ളതിന് സംശയമില്ല. നമ്മൾ നേരത്തെ അൾട്രാവയലറ്റ് റേഡിയേഷനെ പറ്റി സൂചിപ്പിച്ചിരുന്നു.
മനുഷ്യ ശരീരത്തിനും അതുപോലെ സസ്യങ്ങൾക്കും ഹാനികരമായിട്ടുള്ള റേഡിയേഷനാണ് അൾട്രാവയലറ്റ് റേഡിയേഷൻ. അതുപോലെ തന്നെയാണ് എക്സ്റേ, ഗാമ റേഡിയേഷനൊക്കെ. ഇതൊക്കെ മനുഷ്യന്റെ ശരീരത്തിൽ കോശത്തിനുള്ളിൽ പ്രവർത്തിച്ച് ഉൽപരിവർത്തനം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ നടത്തുന്നതിന് കാരണമാകുന്നവയാണ്. ഇത്തരത്തിലുള്ള റേഡിയേഷൻ മാലിന്യങ്ങൾ അല്ലെങ്കിൽ മലിനീകരണം അത് പരമാവധി നിയന്ത്രിക്കേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. പിന്നെ പലപ്പോഴും TV-യിൽ നിന്നും അതുപോലെ കമ്പ്യൂട്ടറിൽ നിന്നും ഒക്കെ റേഡിയേഷൻ പുറത്തേക്ക് വരുന്നുണ്ട്. ആശുപത്രിയിൽ എക്സ്റേ എടുക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ നിന്ന് റേഡിയേഷൻ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര പ്രകാരം റേഡിയേഷൻ വിധേയമാകുന്ന സ്ഥലങ്ങളിൽ പരമാവധി അകന്നു നിൽക്കേണ്ടത് ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ റേഡിയോ ആക്റ്റീവ് അയഡിൻ അത് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് തൈറോയിഡ് ക്യാൻസറിന് കാരണമാകുമെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് മണ്ണിന്റെ മലിനീകരണമാണ്. മണ്ണിലാണ് സസ്യങ്ങളുടെ ജീവൻ ആവശ്യമായിട്ടുള്ള മിക്കവാറും എല്ലാ മൂലകങ്ങളും അടങ്ങിയിരിക്കുക, ധാതു ലവണങ്ങൾ അടങ്ങിയിരിക്കുക. ഏതാണ്ട് 6 ഇഞ്ച് കനത്തിലാണ് മണ്ണ്. ഈ 6 ഇഞ്ച് കനത്തിലുള്ള മണ്ണില് സസ്യ ലോകത്തില് സസ്യങ്ങൾക്ക് ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഘടകങ്ങളും പ്രത്യേകിച്ച് സൂക്ഷ്മ ജീവികൾ ഉൾപ്പെടെയുള്ളവ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 1 ഇഞ്ച് മണ്ണ് ഉണ്ടാകണമെങ്കിൽ 1000 വർഷം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്രകാരം 6 ഇഞ്ച് മണ്ണ് ഉണ്ടാകണമെങ്കിൽ എത്ര വർഷങ്ങൾ വേണ്ടി വരും? അപ്പം ഇത്ര പ്രകാരം വളരെ അധികം വർഷങ്ങൾക്ക് ശേഷമാണ് വർഷങ്ങൾ കൊണ്ടാണ് മണ്ണ് ഉണ്ടാവുക. അപ്പം ഇത്തരത്തിലുള്ള ഈ മണ്ണിനെ എത്രമാത്രം കാര്യക്ഷമതയോടുകൂടി എത്രമാത്രം ശ്രദ്ധയോടുകൂടി നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളതിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എങ്ങനെയാണ് മണ്ണ് മലിനീകരിക്കപ്പെടുക? രാസവളം അതുപോലെ കീടനാശിനി മുതലായവ അത് വളരെ അത്യന്താപേക്ഷിതമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ. ഹരിത വിപ്ലവമൊക്കെ വന്നതോടുകൂടി വിളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അമിതമായിട്ടുള്ള അളവിൽ രാസവളവും കീടനാശിനിയും ഒക്കെ പ്രയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ രാസവളവും കീടനാശിനിയും മണ്ണിലേക്കാണ് വീഴുക. അപ്പോൾ ഇവിടെ ഈ രാസവളവും കീടനാശിനി രാസവസ്തുക്കൾ അടങ്ങിയ ഇവയെല്ലാം മണ്ണിലേക്ക് ചെന്ന് ചേരുമ്പോൾ അവിടെയുള്ള സൂക്ഷ്മജീവികൾ ചത്തൊടുങ്ങുകയാണ്. മണ്ണിന്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒന്നാണ് സൂക്ഷ്മജീവികൾ. അപ്പോൾ അവയുടെ ജീവിതത്തിന് ഹാനികരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഘടകങ്ങൾ അമിതമായിട്ട് ചെന്ന് ചേരുന്നതോടുകൂടി മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള ഫലഭൂയിഷ്ടി ഇല്ലാതെയാവുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ അശാസ്ത്രീയമായിട്ടുള്ള ജലസേചനം, വെറുതെ മണ്ണിലേക്ക് സസ്യങ്ങൾക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ജലം മണ്ണിലേക്ക് കൊടുക്കുന്ന അശാസ്ത്രീയമായ രീതിയിലുള്ള ജലസേചനം, അതുവഴിയായിട്ട് മണ്ണിന്റെ ക്ഷാരഗുണം, അമ്ലഗുണം അതിലൊക്കെ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മണ്ണിന്റെ ഫലഭൂയിഷ്ടിയെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. ഇത് കൂടാതെയാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാവുന്ന പ്ലാസ്റ്റിക് അതുപോലെ റബ്ബർ ഇതൊക്കെയും മണ്ണിലേക്ക് വലിച്ചെറിയുകയും ആ മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള ഘടനയെ വ്യത്യാസപ്പെടുത്തുകയും ചെയ്യുന്നത്. പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് നമ്മൾ പരിസ്ഥിതിയെ പറ്റിയും പരിസ്ഥിതി ശാസ്ത്രത്തെ പറ്റിയുമാണ് ചർച്ച ചെയ്തത്. അതോടൊപ്പം പരിസ്ഥിതിയെ ഏറ്റവും ദോഷകരമായിട്ട് ബാധിക്കുന്ന മലിനീകരണത്തെ പറ്റിയും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഈ പരിസ്ഥിതിയെ മലിനപ്പെടുത്തുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി വളരെ വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതോടൊപ്പം മനുഷ്യൻ പ്രകൃതിയെ അനിയന്ത്രിതമായ രീതിയിൽ ചൂഷണം ചെയ്യുന്നതിൻ്റെ ദോഷഫലങ്ങളും നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇപ്രകാരം ഉള്ള ഈ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന ദോഷവശങ്ങൾ അത് കുറയ്ക്കുന്നതിനും ഇതുമൂലം മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലം പ്രകൃതി പ്രകാരം നാശമടയുന്നതിൻ്റെ ചരമമടയുന്നതിൻ്റെ ദുരന്ത ഫലങ്ങളെ പറ്റി മതിയായ ബോധവൽക്കരണം ഉണ്ടാവുക അത് വളർത്തിയെടുക്കേണ്ടതും ഇന്നിൻ്റെ ആവശ്യമാണ്.